ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച സംഭവത്തിൽ റിട്ടേണിംഗ് ഓഫീസർ അനിൽ മാസിക് സുപ്രീം കോടതിയിൽ ഹാജരായി. കേസ് അല്പസമയത്തിനകം പരിഗണിക്കും. വിവരങ്ങളുമായി സിബി ചേരുന്നു. സിബി, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിനു, ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ഈ കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ സുപ്രീം കോടതി കേസ് പരിഗണിച്ചപ്പോഴാണ് ഈ ഒരു സംഭവത്തിൽ, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നതെന്നും വ്യാപകമായ ക്രമക്കേട് നടന്നതായും സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത്. അതായത് ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില CCTV ദൃശ്യങ്ങൾ ഈ ഹർജിക്കാർ നൽകിയിരുന്നു. ഇതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായി സുപ്രീം കോടതി കണ്ടെത്തുകയും വരണാധികാരി ഇന്നിപ്പോൾ സുപ്രീം കോടതി നേരിട്ട് ഹാജരാകുമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് പ്രകാരമാണ് ഇന്നിപ്പോൾ റിട്ടേണിംഗ് ഓഫീസറായ അനിൽ മസി ഇന്ന് സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായിട്ടുണ്ട്. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയത് ഒരിക്കലും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നത് അനുവദിക്കില്ല. വരണാധികാരി ബാലറ്റ് പേപ്പറുകൾ അലങ്കോലപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിൽ കൃത്യമായി വ്യക്തമാണ്. ഈ മൊത്തം സംവിധാനത്തെയും കളിയാക്കുന്ന പ്രവണത അംഗീകരിക്കാനാവില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. പിന്നീടാണ് വരണാധികാരി ഇന്നിപ്പോൾ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. അത് പ്രകാരം ഈ ഒരു ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ സഖ്യം നൽകിയ ഹർജിയിൽ ഇന്നിപ്പോൾ ഈ വരണാധികാരിയായ അനിൽ മസീബ് സുപ്രീം കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ഈ കേസ് പരിഗണിക്കും. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു 3 ആം ആദ്മി കൗൺസിലർമാർ ചേർന്നതാണ്. ഈ 3 AAP കൗൺസിലർമാരായ പൂനം ദേവി, ലേഖ, ഗുരുചരൺ കല്ല എന്നിവരാണ് മറുകണ്ഠം ചാടി BJP-യിലേക്ക് ചേർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നാലും അവിടെ കോർപ്പറേഷനിൽ BJP-ക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു ഹർജി പരിഗണിക്കും. വിനു, ശരി. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച സംഭവത്തിൽ റിട്ടേണിംഗ് ഓഫീസർ അനിൽ മസിക് സുപ്രീം കോടതിയിൽ ഹാജരായി. കേസ് അല്പസമയത്തിനകം പരിഗണിക്കും. വിവരങ്ങളാണ് സിബി നൽകിയത്.